രാത്രിയായപ്പോൾ നല്ല മഴ. രാവിലെ മഴയാണല്ലോ. ഇറങ്ങി പോരത്തില്ല, പോരരുതെന്ന് ആണ് നിയമം. ചിലപ്പോഴൊക്കെ പാടിക്കും, പക്ഷെ ഇപ്പം വലിയ കുഴപ്പമില്ല വരുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും അനുസരണം കൂടി വരും. ബാ ബാ ഞാൻ പറയാതിരിക്കാൻ അറിയത്തില്ല എനിക്ക്. ഇരിയോടെ സിംബാ. യെസ്, ഇവിടെ ഈ സാധനത്തിന് തീറ്റ ഈ പാത്രത്തിൽ ഇടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം, അന്നേരം തൊട്ട് അതിൻ്റെ കറച്ചു തുടങ്ങും. എന്നാ കുളുങ്ങി കിടക്കുക. മറിയിക്കേ ഇരിയോടാ. ഓക്കെ, രാത്രി അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ. രാവിലെ കുറച്ച് ചീര പറിച്ചു. നല്ലതായിട്ട് തേക്ക്. നല്ലതായിട്ട് മിടുക്കി. മിടിക്കുക, നല്ലതായിട്ട് തേച്ചോ. പക്കര പക്കര ഭാസ്കർ എന്തി നല്ല എനിക്കറിയത്തില്ല. രാത്രി മൊത്തം മഴയായിരുന്നല്ലേ? ഞാനിപ്പോഴും അറിയുന്നത്
കിടക്കുന്നതിന് മുമ്പ് തൊട്ട് മഴ പെയ്തില്ല. ആ ശരിയാ, നമ്മൾ സിനിമ കാണുന്നുണ്ടെന്ന് അപ്പോൾ പിന്നെ പെയ്തില്ലേ? ഓക്കെ. എന്താ ആ തീർന്നു. അതിനിപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി. മാറ്റാൻ പോവാ. ഇവിടെ സഹായത്ത് വിളിച്ചു. അതിനകത്തല്ല ഇരുത്തിയാലോ? അലമ്പ് അലമ്പ് കേൾക്കത്തില്ലല്ലോ. ഇതിനകത്ത് ഇരിക്കാനോ വീട്ടിലോ? നമുക്ക് ഇതിനകത്ത് ഇരുത്താം. ആ കേട്ടല്ലോ. അയ്യോ എൻ്റെ പൊന്ന് ദൈവമേ, എനിക്ക് വയ്യ. ശാംഭവി അലമ്പുണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് കയറ്റി ഇരുത്താന്ന്. ഇപ്പൊ അവൾക്ക് അതിനകത്ത് ഇരിക്കണം, മനസ്സിലായോ? അപ്പൊ പറയാണ് അലമ്പുണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് കയറ്റി ഇരുത്തിയാലോ എന്ന്. അപ്പൊ ഞാൻ അലമ്പുണ്ടാക്കും. ശാംഭവി അലമ്പുണ്ടാക്കി ആ വീട്ടിൽ കൊണ്ടിരുത്തും. കൈയും കെട്ടി അവിടെ ഇരുന്നോളാൻ പറയാം കട്ടിലേല്. ആണല്ലേ? കുറച്ച് നിന്നോട്ടെ. എവിടെ മിണ്ടായിരിക്കുവോ? ആ വഴക്കുണ്ടാക്കാതിരിക്കുവോ? അതല്ലമ്മേ, പിന്നെ പറഞ്ഞ കേട്ടെന്തോ ആ വീട്ടിൽ അവിടെ പോയി ഇല്ല ഇല്ല, വീട്ടിൽ അവിടെ കൊണ്ടിരുത്തും. ഉണ്ടാക്കാൻ വീട്ടില്. ആ മാറ്റുമോ? ആ വിഷം മാറ്റി അത് കൊണ്ട് വെച്ചേക്ക്. ഡി ഡി ഇത് രാമായണം എടുത്തായിരുന്നോ? ഇല്ലേ? എടുത്തു. എന്നിട്ട് വായിച്ചതാണോ അതോ കീറിക്കളഞ്ഞാണോ? അല്ല, സൈഡിലത്തെ ആ പേപ്പർ എന്തിനാ നീ കീറിക്കളഞ്ഞേ? ഇങ്ങോട്ട് നോക്കിക്കേ. ഈ എന്ത് സാധനം എടുത്താലും കീറിക്കളയാൻ കാര്യം എന്തുവാ? എന്തെടുത്താലും എത്ര എൻ്റെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എത്ര കീറിക്കളഞ്ഞടി? പറയട്ടെ നിനക്ക് ശാമ്പമ്മ പറയണേ, ശാമ്പവി ഓം നാരായണൻ നമ്മ പറയുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. പറഞ്ഞോ നീ അവിടെ ഇരുന്നോണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാ കീറിക്കളയുന്ന എന്നത്തിനാ? ചുമ്മാതോ? ആ ഇവളെ ശരിയാവത്തില്ല ഇവിടെ ഇട്ടാല് കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ എന്നാലും നീ ശരിയാവത്തില്ല. വീട്ടിൽ കൊണ്ടുപോകത്തില്ല. ഇവിടെ ഇരുത്തത്തില്ല. കാണിച്ചു തരാം നിന്നെ. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ട്. നമ്മൾ കാണുമ്പോഴേ ഇതൊക്കെ എടുത്ത് അങ്ങോട്ടൊന്ന് മാറ്റുകയെന്ന് പറയും. എന്തെല്ലാം സാധനങ്ങൾ മാറ്റിയാലല്ലേ? അങ്ങനെ പറഞ്ഞോ? ഓർമ്മ കിട്ടുന്നില്ല പറഞ്ഞതായിട്ട്. ചേട്ടാ ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും സംഭവം സെറ്റ് ചെയ്ത് എത്ര പെട്ടെന്നാണെന്നറിയാവോ? ഓർമ്മയുണ്ടോ ഇത്ര സംഭവങ്ങളൊക്കെ? ഒരു ദിവസം നല്ല അടങ്ങ് പണിതു, രണ്ടാമത്തെ ദിവസവും എല്ലാം ഓക്കെ ആയി, പിന്നെ പതിയെ പതിയെ ഇങ്ങനെ അങ്ങനെയൊക്കെയാ. അതാ പറഞ്ഞേ. അതിപ്പോൾ അങ്ങനെയൊക്കെ മതി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പിന് തയ്യാല് കെട്ടാൻ പോയതല്ലേ. ചേട്ടാ അല്ലേ പറഞ്ഞു എനിക്ക് ശീലമല്ലെന്ന്.
ശീലമില്ല. പക്ഷേ ഞാൻ കിട്ടിയാന്ന് പറയുമോ ഫ്രണ്ടിലത്തെ ഭാഗം? അത് കിട്ടുവാന്ന് പറയില്ല, അതെല്ലാവരും കണ്ടതല്ലേ. അല്ല ഞാൻ പോയി ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ കയ്യാൽ കിട്ടുമെന്ന് മനസ്സിലായി. ആ കയ്യാലുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കഴിവാ. പക്ഷേ ഇത് മൊത്തം പന്നക്കല്ലുവാ. ഇത് മൊത്തം പന്നക്കല്ല അല്ലേ? പന്നക്കല്ലെന്ന് വെച്ചാൽ അല്ല, ഇത് പതിയെ പതിയെ അടത്തുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നോടൊന്ന് പറഞ്ഞേക്കണേ, ഇന്ന ആളുണ്ട് അതിനകത്ത്, വല്ലോ രാജവെമ്പാലയോ. ഇന്നലെ വീട് അവിടെ ചേര, അത് അവനിവിടെ സ്ഥിരമുള്ളല്ലേ. ഒരുപാട് വൃത്തിയുള്ളവരുണ്ടല്ലോ, അവർക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് വൃത്തി കെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നു വന്നാൽ അവരെ അണുക്കൾ മൊത്തം ആക്രമിക്കും. അത് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വന്നില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 തലമുറകൾ കടന്നെന്ന് വെച്ചു, ഇവരുടെ പിള്ളേർ വരുമ്പോഴത്തേനും ഇവരുടെ പിള്ളേർക്ക് പ്രതിരോധശേഷി കുറഞ്ഞു വരും. അങ്ങനെയാണ് അവരോർക്കുന്ന അവർക്ക് കുഴപ്പമില്ല, അവരുടെ കാര്യം മാത്രം അവർ നോക്കിയിട്ട് അവർ ഭയങ്കര വൃത്തിയായിട്ടും കാലിലും കയ്യിലും ഒന്നും മണ്ണും പറ്റാതെ ചെളിയും പറ്റാതെ വളരെ വൃത്തിയായിട്ട് ജീവിക്കും. അവരുടെ തലമുറ വൃത്തിയില്ലാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അണുക്കളുടെ ആക്രമണം ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതേസമയം ഇതിനകത്ത് നമ്മൾ ചെളിയിലും അഴുക്കിനകത്തും എല്ലാം കിടന്ന് വളരുമ്പം പ്രതിരോധശേഷി ഓരോ സമയത്ത് ഓരോ അണുക്കളും നമ്മുടെ ശരീരത്തിൽ കയറി ശരീരം അതിനെ പ്രതിരോധിച്ച് ശരീരം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറും ഈ ഗുണം. അതേസമയം ഈ ചെളിക്കകത്ത് ഇതിനകത്തൊന്ന് ഭയങ്കര വൃത്തിയൊക്കെ ആയിട്ട് നടന്ന് അഴുക്കൊന്നും ചിലര് ചെരുപ്പില്ലാതെ അങ്ങനൊന്നും നടക്കുന്നവര് അവരുടെ പിന്നെ വരുമ്പോൾ അവരുടെ തലമുറയിൽ പ്രതിരോധശേഷി എന്ന് പറയുന്ന സാധനം കാണത്തില്ല. കാരണം അണുക്കൾക്ക് അവരുടെ ശരീരത്തിൽ കയറേണ്ടതോ അതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യമോ ശരീരത്തിൽ വരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ ഇവർക്ക് ചെളിക്കകത്ത് അല്ലെങ്കിൽ അഴുക്ക് സാഹചര്യം ഉപയോഗിക്കേണ്ടി വന്നാൽ അപ്പം തന്നെ ഇവരെ രോഗങ്ങൾ പലതരത്തിൽ പിടിപെടും, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമ്മൾ എപ്പോഴും കുറേയൊക്കെ ഈ പ്രകൃതിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന പോലെ വേണം ജീവിക്കാൻ. അതിന് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പോയി കയറ്റിക്കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചെറുപ്പം തൊട്ട് ശീലിച്ച് വരുമ്പം ചെറിയ രീതിയിൽ അത് ശീലിച്ച് വരണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാലവും നമ്മുടെ എല്ലാ തലമുറയും ഒരിക്കലും അത്തരം സാഹചര്യത്തിൽ പോകാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഉറപ്പുള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലയോ. എപ്പം വേണമെങ്കിലും ഏത് തരത്തിലും വഴി കിട്ടും. അവർക്ക് കിട്ടിയില്ല, അവർക്ക് അടുത്ത തലമുറക്ക് കിട്ടാം. അതൊക്കെ മാത്രം മതി അഞ്ഞൂറിക്കാം. കിട്ടുമോ നോക്കാം. സീസൺ കഴിഞ്ഞാണ്, ഇനി അടുത്ത വർഷം കിട്ടും. മാങ്ങയുടെ സീസൺ കഴിഞ്ഞോ? ഇല്ലല്ലോ. തണ്ണിമാങ്ങ അല്ലാത്ത മാങ്ങ കിട്ടും, അതുകൊണ്ട് കാര്യമില്ല. എന്നാടാ ചോറ് വേണോ? പാപം അവിടെ പോയിരിക്കും. അവിടെ ഇരി. ഇവിടെ ചോറ് കിട്ടോ? അവിടെ എന്തിനാ പോയേ? മോനെ കല്ല് തേണ്ടേ ഇതുണ്ടോ? അവൾ ഉടനെ മൊത്തം തൊടുവാ. ദേ ഇങ്ങോട്ട് നോക്കിയ ചോറ് വേണമെങ്കിൽ അവിടെ വന്നിരുന്നാ പോലെ. നിങ്ങൾക്ക് അപ്പ പണിന്ന് കാണണോ? ചോറ് വേണോ? തൊട്ടോ, കാലിലോട്ട് വീഴട്ടെ. എന്നിട്ട് അത് കണ്ടിട്ടുള്ളൂ ഞാൻ. അതിനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ കാണും അതിനകത്തൊക്കെ, മനസ്സിലായോ? ആ എല്ലൊടിയുന്ന ശബ്ദം വല്ലതും ആണോ കേട്ടത്? അതെന്നാ തന്നെയല്ല ഇവിടെ നിന്ന്. ജോലി ചെയ്ത് ആരോഗ്യം വരും. അമ്മയ്ക്കിപ്പോൾ ആരോഗ്യം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? ജോലി പണ്ട് ചെയ്യാത്തത് കൊണ്ടാണ്, ചെയ്യിക്കാത്തത് കൊണ്ടുവാ.
കുട്ടപ്പനെ കുറെ നാളായി കണ്ടിട്ട്. തല കയലോട്ട് വിടും നിർത്ത്. വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നോ? പോയി. ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്നാ സാധനം ഒന്നും അറിയത്തില്ല. കാട്ടുപാമ്പം കണ്ടല്ലേടാ ചൂട്ടില്ലേ? ദീപേ അതിന് കീഴെ നിന്ന് മാറി നടി. മാറി ഇരിക്കണ്ട, അവിടെ ഇരുന്നു. നീ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റത്തൊക്കെ എല്ലാം തീർന്നു. ഇത്ര കല്ലുണ്ടായിരുന്നല്ലേ? ഇവിടെ മുന്നേ താമസിച്ചിരുന്നവരൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ കാശ് ചിലവായത് ഇവിടെ കെട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഈ തറ അതുപോലെ കല്ല് ഇറക്കി അല്ലേ? അന്നിവിടെ വഴിയില്ലാതിരുന്നിട്ടല്ലേ ഇവർ ഇത്രയും കല്ല് ഇറക്കിയത്? റോഡില്ലായിരുന്നല്ലോ. പൊട്ടിച്ചെടുക്കുമായിരുന്നോ? ഓ, ഇവിടെ പൊട്ടിച്ചെടുക്കുമായിരുന്നു. അന്നാണെങ്കിൽ ഇവിടെ വഴി റോഡില്ല. നമ്മൾ വരുമ്പോൾ റോഡില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ എത്ര 3-4 വർഷം കഴിഞ്ഞിട്ടല്ലേ? അതെ അല്ലേ? തേങ്ങ ഇല്ലാതെ എങ്ങനെ ചീരക്കറി ഉണ്ടാക്കാമെന്നാണ്. അതെ, സാധനത്തിനോട് ഇത് 500 ടാങ്കല്ലേ? തേങ്ങ ഇല്ലെങ്കിൽ എങ്ങനെ ചീരത്തോരൻ ഉണ്ടാക്കാം? ചക്കക്കുരു അങ്ങോട്ട് പൊളിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ച് തേങ്ങയുടെ പരിപാടി. ചേട്ടാ, ഈ ചക്കക്കുരു നമ്മളിങ്ങനെ ഇട്ടിട്ടേ വെള്ളം ഒഴിക്കല്ലേ? ഇതൊന്നും ഇതാവാൻ ഒഴിക്കണം അല്ലേ? മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി ഉപ്പിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചുവപ്പൊക്കെ ഇട്ട് ഉപ്പ് ഇത്ര മതിയാവൂ? എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കിയില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം ആവും. ചോറൊക്കെ എപ്പോഴേ നമുക്ക് ഈ നോക്കുമ്പോ കണ്ടോ കഴിക്കാത്ത എല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പോലെ എന്താ ദാസ നമുക്കിതൊക്കെ നേരത്തെ തോന്നുന്നു. തേങ്ങ ഇല്ലെങ്കിൽ തോരൻ വെക്കില്ല. തേങ്ങ ഇല്ലേലും ഞങ്ങൾ തോരൻ വെക്കും. അവിടെ കിടന്ന് വേവും. ലവോ? ലവ് കമ്പാരിസണോ? കൺസ്ട്രക്ഷൻ? ആ, കമ്മീഷൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നല്ല സൂപ്പർ പടം. ആര് വന്നായിരുന്നു? എവിടെ? കയ്യലപ്പുറത്തോ? എന്തിന്? എന്താത്തിന്? എന്നാത്തിനാ? കോട്ടയംകാരുടെ ഭാഷ. എന്നാത്തിനാ ചേട്ടാ? ആ മറ്റേ ടാങ്കേ കിടക്കുന്ന വള്ളിയാണോ എന്നെ ഉദ്ദേശിച്ചേ? ടാങ്കേ കയറിയേക്കുന്ന സംഭവം ഉണ്ടോ? ഒരു വള്ളി
മറ്റേത് ഓ ചെറിയത് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ചെറുത് ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഇതിട്ട് അങ്ങോട്ട് പോയി തുറന്നില്ല. റോക്കി കിടന്ന് കാറാൻ തുടങ്ങി. കിടന്നുണ്ടെന്ന് ഒതുങ്ങട്ട്. അടിപൊളി. എത്ര പെട്ടെന്ന് എത്ര വൃത്തിയായ. അടിപൊളി. എന്തുവാടാ അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, തവി എടുത്ത് വടിക്കുവാണോ? ഇങ്ങോട്ട് നോക്ക്. അമ്മയൊന്നും പറയത്തില്ലേ? അയ്യോ ഇനിയിപ്പോ തവി തരാം. തരാമേ. അതെയോ? കറിയൊക്കെ ആയി കുഞ്ഞുമാവേ. കറിയൊക്കെ ആയടി കുഞ്ഞേ. ഓ അമ്മ ആരാണീ? ഓ വിശന്നാ പോയി ഞാൻ വിളിക്കണം അല്ലേ? വിളിച്ചോ? ഇല്ല. അങ്ങോട്ട് നോക്കട്ടെ. ഒരിടത്തും പോകണ്ട, ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. വീട്ടിൽ പോയിട്ട് വേണ്ട, അവിടെ കൂടെ ആക്കാനാണ്. ഇവിടെ മതി. ആരാണിച്ച് പറയുന്നില്ല, ഞാനാ പറഞ്ഞപ്പോ. ആരാണി? വീട്ടിൽ പോണം. ടി വി ഓൺ ആക്കണ്ട. ഈ ചോറുണ്ണുമ്പോൾ ആഹാരം കഴിക്കുമ്പോഴല്ലോ ടി വി ഓൺ ആക്കാതിരിക്കുന്നതാണ് വളരെയധികം നല്ലത്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ. ആരാ ശാമ്പ വേണല്ലോ, അത് നോക്കിക്കൊണ്ടിരിക്കും. പൊക്കോ, വീട്ടിൽ പൊക്കോ. ആ തൈരും കൂടെ എടുക്ക്. വേണ്ടേ? ആരാണിയോടെ ഉച്ച കഴിഞ്ഞിട്ട് തീ വെക്കണോന്ന്. എവിടെ പോടി? ഓടി പോന്നുണ്ടോ? ദേഷ്യപ്പെട്ട് ഓടിയതുണ്ടോ? നീ ശരിയാണോ? തേങ്ങ ആണെന്ന് അല്ലാതെ പറയത്തില്ലേ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാക്കാളും ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ചേട്ടാ എന്നോട് ഉണ്ടാക്കിയെന്നല്ല പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ആണോ? നല്ല സൂപ്പറാ. ഗ്രേറ്റ് ചെയ്തു ഇങ്ങിട്ടാ മതി. ഇതിപ്പം തേങ്ങ നല്ല വിചാരിക്കുള്ളൂ, കണ്ടല്ലേ? ഇതിപ്പോൾ തേങ്ങയാന്ന് ഓർക്കും. ടേസ്റ്റ് അതുപോലെ തന്നെ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. നീയാണോ ഇവിടെ എഞ്ചിനീയർ? റെഡ് മാറ്റണോ? മാറ്റാൻ പിന്നെ
മഴ അങ്ങോട്ട് അരച്ച് വരുന്നുണ്ട്. നല്ല ഒന്നാന്തരം മഴ, സൂപ്പർ മഴ. സൂപ്പർ മഴയാണ്. യാ സൂപ്പർ മഴ. മുട്ടായി തരുമോ? എന്നിട്ട് മഴ പെയ്യുന്നേനോ? മുട്ടായി ഇത് എനിക്കാണെങ്കിൽ റേഷൻ കടയിൽ പോകണം. സൂപ്പർ സൂപ്പർ നല്ല സൂപ്പർ മഴ, സൂപ്പർ മഴ. ആ വെള്ളം എന്തിനാ? നിനക്ക് കുളിക്കാനായിരിക്കും. എൻ്റെ അമ്മേ അപ്പോട്ടൊന്ന് അങ്ങോട്ട്. ശാമ്പവി അകത്ത് കയറിക്കേ, ഇരച്ച് വരിക. ഞാൻ പോട്ടെ കയറ് 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 കയറ്. തുണിയൊന്നും എടുക്കുന്നില്ല, തുണി അതിൻ്റെ കീഴല്ലേ കിടക്കുന്നേ. എൻ്റെ അമ്മോ നല്ല കാറ്റ്. എന്നാത്തിന്? കാറ്റ് കാണാൻ വേണ്ടിയോ? അപ്പോൾ മഴ ഇവിടെ എത്തി. ആ കാറ്റ് പിടിക്കാറ് മഴ കൊണ്ടുപോകും. അടിപൊളി കാറ്റ്. അയ്യോ ഇപ്പം ബദാം വെട്ടിയപ്പോൾ നല്ല രസമുണ്ട് അതിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ഇത്ര ഇങ്ങനെ അത് ബദാമാണ്. ഇത് കണ്ടോ കിടക്കുന്നത്? ബദാമോ? എൻ്റെ മുഖത്തോട്ട് നോക്കല, അങ്ങോട്ട് നോക്കാണ്ടോ? ബദാം മരം. അപ്പോൾ പാവം നല്ല പണിയായിരുന്നു കേട്ടോ ഇന്ന്. തനിക്ക് അതാ സഹായിക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ കാല് ഇന്നലെ. എടി ഞാൻ അവിടെ ഒരു കാര്യം പറയുന്നത് കേൾക്കട്ടില്ലേ? കഴിക്കുന്നതാണോ ബദാം? ആ മരം അതിനകത്ത് കഴിക്കും ബദാം. ഇതേ കാലിന്നലെ ഒന്ന് ഞാൻ അവിടെ ഒന്ന് വീണായിരുന്നു അടുക്കളയിൽ. അപ്പം കാലൊന്ന് മടിഞ്ഞു. നല്ല നീരുണ്ട്, ഇന്നും നീരുണ്ട്, ഒന്ന് കുറയുന്ന ശേഷം നീരുണ്ട്. മടിഞ്ഞതേ ഉള്ളായിരിക്കാം. പിന്നെ പിന്നെ എന്തുവാടി? ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നവാ അവിടുന്ന് കരഞ്ഞോ? കൊണ്ടെന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു. എന്നാലും വലിയ ഹെൽപ്പിങ്ങൊന്നുമില്ല. ആരാണ് ഇപ്പോൾ എനിക്ക് വേറെ അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടായിക്ക് നല്ല പണിയായിരുന്നു. നല്ല പണിയെന്ന് വെച്ചാൽ ഒരു അടുക്കള അങ്ങോട്ടെല്ലാം കൂടെ മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. ഇന്നത് ചെയ്യുമായിരുന്നു നിർത്തും. അതല്ലേ എല്ലാ തവണ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അതെ പെട്ടെന്ന് ഒരു മൂട് കയറി അങ്ങോട്ട് പെട്ടെന്ന് ആ അടുക്കള അങ്ങോട്ട് മാറ്റി എങ്ങനെ ആക്കിയായിരുന്നു. ഇപ്പം അതങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റി. അങ്ങനെ മഴ വേണം. ഈ മഴയത്ത് വേണം എനിക്ക് പോകാൻ. നല്ല മഴ. ഞാനെന്താ ഈ മഴയത്ത് ഇത്രനാളായി മഴ നടന്നു. ഇപ്പം അതിലൊക്കെ നനയാനുള്ളതാണ്. ശാമ്പവി അമ്മ പോവാ. എനിക്കിത് പോലും എടുക്കും. എനിക്കിത് പോലും ഇല്ല. ശാമ്പവി അമ്മ പോവാണേ കേട്ടോ. പോയിട്ട് വരാം. പോയിട്ട് വരാം. റേഷൻ കട പോവാണ്. എന്തായാലും ഇതെല്ലാം നനയാനുള്ളതാണ്. വെറുതെ രാവിലെ ആയിരുന്നു കുഴപ്പമില്ല. അമ്മ പക്ഷെ രാവിലെ അന്നേരം തിരാറ്റുപേട്ടയിൽ നിന്ന് വരത്തേ ഉള്ളൂ. അമ്മേ നാരായണി പിന്നെ ഇതങ്ങോട്ട് വെച്ചേക്കാം. അപ്പം കിടക്കുമോ? അവിടെ പണിയാണല്ലേ. മോനെ ഇതങ്ങോട്ട് വെച്ചേക്കാമോ? നീ എന്നാട് പോയത് വെച്ചോ? മഴ വന്നു പോയി. ഇവിടെ ഒരു സാധനത്തിനെ പിടിച്ചു വേണ്ട. അതിൻ്റെ പോകണം. അതിൻ്റെ കളറ് കാണണം.
അമ്മമാർ പിടിച്ച് വെച്ച് ഞാൻ നോക്കുമ്പോൾ കഴിച്ചു വെച്ചോണ്ടിരിക്കുക. അപ്പോൾ അത് ചത്തു അപ്പോഴത്തേനും. കളർ ഉണ്ടാക്കി പിന്നെ തല പോയിക്ക്. ഞാൻ ഓർത്ത് എന്നാ സാധനം ഈ കളർ. ചാകാൻ നേരത്താണ് ഈ കളറായത്. പച്ചയുണ്ട്, നീലയുണ്ട്, തൊലിക്ക് നല്ല കട്ടിയുണ്ടെന്ന് തോന്നുന്നു. അവിടെ കിട്ടുന്നില്ല. എന്നാ ഐറ്റമാണ് മരുന്നതിനെ കാറിയത്. പാമ്പിനെ കണ്ടിട്ടാണോ? മൊത്തം പോയെന്നാ അതെല്ലാം. സിംബ വാ. പേടിച്ചിരിക്കുന്ന മഴ നനഞ്ഞു. जाता है समय तरह शाम में आ जाते हैं स्क्रू क्या शांभवी ഓരോ സെറ്റപ്പാ.
ഈ കാര്യം വയ്യാതെ ഞാൻ ഇവിടെ ഡോർ വേറെ ഇവിടെ ഡോർ വേറെ ഡോറാക്കിയോ നിങ്ങൾ പെട്ടെന്ന് ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോരുത്തരത്ത് അടുക്കള ഞാൻ വീടാൻ അറിയോ എന്തോ എന്തോ ആ ഞാനിവിടെ പുതിയതായിട്ട് നിന്നോട് അവൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞു വന്നേടി. ഇതോ അവിടെ ഇടും. ഇവിടെ തന്നെ എങ്ങനെയാടി ഡൈനിങ് റൂം വണ്ടിയില്ല ചെറുക്കൊന്നും കയറി വരികയായിരുന്നു ഈ മേശ അവിടെ കിടന്നല്ലേ അങ്ങോട്ടാണെങ്കിൽ ഒരൊറ്റ വണ്ടി ഉണ്ടോ എന്റെ ഭഗവാന് ഒരൊറ്റ വണ്ടിയില്ല ഒറ്റ മനുഷ്യൻ വരികയല്ല ഈ കൊച്ചനുണ്ടല്ലോ ഇതിന്റെ കാല് കഴിയെന്ന് പറഞ്ഞല്ലോ ചേച്ചി ശരിയാ വണ്ടി കയറ്റം കയറിയല്ല കയറ്റം കയറി അപ്പൊ അതെന്ത് പാടുപെട്ടാ ഞങ്ങള് താഴെ ഇറങ്ങിയിട്ടാ കയറി വന്നേ അത് വണ്ടി കൊള്ളത്തില്ല കേട്ടോ വണ്ടി കൊള്ളുന്ന കയറ്റം പഠിക്കുന്ന വണ്ടിയല്ല വിളിക്കുന്നില്ല വണ്ടി കിടക്കുന്നില്ല അപ്പോഴത്തേനെ പോയേക്കുമല്ലേ വേണ്ടത്